ചെറിയ കഠിനമായ സബ്ജക്റ്റാണ്, പലർക്കും ബുദ്ധിമുട്ട് വരും. വിഷമിക്കേണ്ട, സത്യകാര്യം പറയാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ 4 ലക്ഷണങ്ങൾ മത്തായി 24, 32, 33, 34 ഇതൊന്നും വായിക്കത്തില്ല. അത്തിയെ നോക്കി ഒരു പമ്പ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ ഇസ്രായേൽ. അങ്ങനെ നിങ്ങളിത് കാണുമ്പോൾ അവനടുക്ക വാതുക്കൽ. ഏകലോക ഭരണം. നാളെ ചിന്തിക്കാൻ ക്യാമറ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മത്തായി 24, 32, 33, 34. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലോ തീർന്നില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ ദൈവത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. പിതാവിൻ്റെ അരുളപ്പാട് പുത്രൻ തൻ്റെ കാന്തയെ ചേർക്കുവാൻ വരുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ ഒരു ഡ്രോയിങ് വരയ്ക്കുന്നത് പോലെ. 1 യഹൂദ ലക്ഷണം, 2 പ്രപഞ്ചത്തിലെ ലക്ഷണം, 3 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 4 ഏകലോക മതം. അതിനാസ്പദമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഉലകത്തെ മുഴുവൻ പിടിക്കും. ബഹ്റിൻ, അബുദാബി, അത് കഴിഞ്ഞ് കാനഡ, അത് കഴിഞ്ഞ് ടൊറൻഡോ, അത് കഴിഞ്ഞ് റൊമേനിയ. താമസമിന് അടുത്ത ഇലക്ഷന് മുമ്പ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യയിലും എത്താൻ പോകുന്നു. അന്ത്യകാല പ്രവചനം നാളെ ഒരു ഭാഗം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ മേജർ ലക്ഷണമാ പ്രപഞ്ച ലക്ഷണം. അതിനോടനുബന്ധിച്ച് മത്തായി സുവിശേഷത്തിനകത്ത് അവസാന ഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, അത്യവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശമേഘങ്ങളിൽ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിപ്പിച്ചുകൊണ്ട് ആകാശമേഘങ്ങളിൽ അവൻ വരുന്നത് കാണും. കടക്കാം. ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് ബൈബിളിലേക്കും സയൻസിലേക്കും ശ്രദ്ധയോടെ ഇരിക്കണമേ. മനമെങ്ങും മിഴി അങ്ങുമാകരുത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സയൻസിലേക്കാണ് കിടക്കുന്നത്. ഉൽപ്പത്തി 1 പ്രപഞ്ചം, ഉൽപ്പത്തി 2 മനുഷ്യൻ, ഉൽപ്പത്തി 3 പാപം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനാണ് സയൻസ് പഠിക്കുന്ന ജോഗ്രഫി, കെമിസ്ട്രി ടീച്ചേഴ്സ് എല്ലാം പറയും യൂണിവേഴ്സ്. അതിനുശേഷം പകൽ വാഴുവാൻ നിലാവെളിച്ചങ്ങളിൽ 1 വലിപ്പം കൂടിയ വെളിച്ചം സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ഉൽപ്പത്തി 1, 16 ബൈബിൾ റെഫറൻസ് എല്ലാം പറഞ്ഞുകൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സൂര്യൻ്റെ മാറ്റം, അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ. എന്താ സൂര്യൻ? സൂര്യനകത്ത് 3 ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം പ്രോട്ടോസ്ഫിയർ, രണ്ടാമത്തെ ഘടകം റോമോസ്ഫിയർ, 3 കൊറോണ. വീട്ടിനകത്ത് തേങ്ങ എടുത്താൽ 3 കാര്യങ്ങൾ കിട്ടും. 1 തൊണ്ട, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. അപ്പോൾ സൂര്യനകത്ത് 3 ഘടകങ്ങളുണ്ട്: പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. കൊറോണയ്ക്കകത്ത് 1 മിനിറ്റിനകത്ത് കത്തുന്നൊരു വാതകമുണ്ട്. അതിൻ്റെ പേര് 40 ടൺ ഹൈഡ്രജനാ 1 മിനിറ്റ് കത്തുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ ഉൽപ്പത്തിയിൽ പകൽ വാഴുവാൻ വലിപ്പം കൂടിയ സൂര്യൻ. ഈ ഹൈഡ്രജൻ കത്തുന്നതിൻ്റെ പ്രകാശം ആകാശത്തിൻ്റെ 7 തട്ടുകൾ വഴി ഇറങ്ങി വരും. ആ പ്രകാശത്തിന് വിളിക്കുന്ന പേരാ CME, കൊറോണൽ മാസ് എജക്ഷൻ. ആകാശത്തിൻ്റെ 7 തട്ടുകൾ. 1 ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. അത് ആകാശത്തിൻ്റെ തട്ടുകൾ. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് കാട്ടാക്കടയിലും വെള്ളറടയിലും നെയ്യാറ്റിൻകരയിലും അപ്പച്ചന്മാർ പാടി, ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കും. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ പെരുമ്പഴുതൂരിൽ നിൽക്കുമ്പോൾ ഇനിയുള്ള കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. 1,76,00,000 കിലോമീറ്റർ ഇന്നത്തെ 2ാമത്തെ ലെയറായ ഓസോൺ കീറി. അതുകൊണ്ടാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ സംഭവിക്കുമ്പോൾ പറയുന്ന ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. ക്യാൻസർ സെൻ്ററിലെ റേഡിയേഷൻ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഭാഗത്ത് മാത്രമേ റേഡിയേഷൻ വരത്തുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തോട്ട് വരാതിരിക്കാൻ നല്ല കെട്ടും കെട്ടി അത് മാർക്ക് ചെയ്യുന്ന കാര്യം. RCCയിൽ ബീറ്റയോ ഗാമയോ, അത് കഴിഞ്ഞിട്ട് ആൽഫയുടെ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ മറ്റ് ശരീരത്തിൻ്റെ ഓർഗൻസിനകത്ത് മാറാതിരിക്കാൻ വേണ്ടി ആ കൃത്യസ്ഥാനം പോയിന്റ് ചെയ്യുന്നെങ്കിൽ, അതുപോലെ തന്നെ അതിലും വലിയ ശക്തമായ റേഡിയേഷൻ സൂര്യനിൽ വരുന്ന CME. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ചൂട് മനുഷ്യനെ കൊല്ലുമോ? അടുത്ത കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ദൈവം ഭൂമിക്ക് വെച്ച ചൂട്. എന്നാൽ ആ ചൂട് മാറിപ്പോയി കഴിഞ്ഞു. പ്രപഞ്ചം ചുട്ടുപെടുത്ത് ചെറിയ ഗോളമാകും. യോഗം കഴിഞ്ഞ് ആർക്കെങ്കിലും സംശയം ഓൺലൈൻ പോകുന്നതുകൊണ്ട് തന്നെ പ്രപഞ്ചം ചുട്ടുപെടുത്ത് ചെറിയ ഗോളമാകും. പെരുമ്പഴുതൂരിലെ അമ്മണി ചേച്ചി അവലേസുണ്ട ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ചുട്ടുപഴുക്കുവാൻ പോകുന്നു 17 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. അങ്ങനെയെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? അതിൻ്റെ പേരാ ഗ്ലോബൽ വാർമിംഗ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഇന്ന് രാത്രിക്ക് മുമ്പ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞു, 11 മണി മുതൽ 2 മണി വരെ റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. സന്തോഷമില്ല. സഹോദരി വീണ ജോർജ് പറഞ്ഞു, സൂര്യൻ്റെ ചൂട് അധികം. പാലക്കാട് 42, പുനലൂരിൽ 40, നെയ്യാറ്റിൻകര 38, തിരുവനന്തപുരം പട്ടണത്തിനകത്ത് 37. ഇന്ന് വരെ കാണാത്ത സൂര്യ താപമുണ്ടാകും. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, ജോലിക്കാർ ശ്രദ്ധിക്കുക. 12 മണിക്ക് ശേഷം റോഡിൽ ഇറങ്ങരുത്. സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇവിടെ തൊട്ടടുത്ത് പാറശാലയ്ക്കപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. ഒരു സ്ഥലത്ത് 13 രാത്രി കർത്താവിൻ്റെ വരവ് ഞാൻ പ്രസംഗിച്ചത് പരശുവയ്ക്കൽ.
അതിനോട് ചേർന്ന് നിലമുണ്ട്. ആ ഭാഗം മുഴുവൻ ഞാൻ പ്രസംഗിച്ചത്. പരശുമക്കലിൽ നടന്നൊരു സംഭവം. 3 കൊല്ലങ്ങൾക്ക് മുമ്പ്, കൊറോണയ്ക്ക് മുമ്പ്, രാവിലെ രാജു എന്ന് പറയുന്ന ഒരു ചേട്ടൻ വയലിൽ ജോലിക്ക് ഇറങ്ങി വന്നു. ആഹാരം ഭക്ഷണവുമായി വന്ന് നല്ല ചൂടുള്ള കാലം. സാധാരണ 4 മണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലെത്ത് 4 മണിക്ക് വീട്ടുകാർ വന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ നിലത്തിനകത്ത് കിടക്കുന്നു, ശരീരത്തിനകത്ത് പൊള്ളൽ. അതിൻ്റെ അർത്ഥം പച്ച മനുഷ്യൻ്റെ ശരീരത്തിൽ സൂര്യൻ്റെ റേഡിയേഷൻ കൊണ്ട് മനുഷ്യനെ കൊന്നു. പാരശാലയിൽ, പരശുവയ്ക്കലിൽ. ബൈബിളിനകത്തുണ്ടോ? ബാക്കി പുറകെ പറഞ്ഞു തരാം, വായിക്കാം. സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? ഇന്ന് സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, ശ്രീ പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലും. വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. ബൈബിളുള്ളവരെല്ലാം എടുക്കണം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 16 വേഴ്സ് 8. വെളിപ്പാട് 16:8 വായിച്ചിട്ട് മോളെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം, തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. സൂര്യൻ അധികാരം ലഭിച്ചു. തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ മഹാരാഷ്ട്ര, ഇന്ത്യയുടെ ഇന്നത്തെ സുന്ദരനായ ആരാണെന്നറിയാമോ? ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി ഒരു യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ വാർത്തകളും കണ്ടില്ലേ? ഉച്ചയ്ക്ക് നടന്ന യോഗത്തിൽ സൂര്യതാപമേറ്റ് 13 പേർ മരിച്ചുപോയി മഹാരാഷ്ട്രയിൽ. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. അന്ത്യദിനങ്ങളിൽ ആറ്റം ബോംബ് വേണ്ട, വൈറസ് വേണ്ട. പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങളാകുന്ന സൂര്യൻ്റെ പ്രകാശമേറ്റ് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, പെരുമ്പഴുതൂരിലെ ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. സൂര്യൻ മനുഷ്യനെ കൊല്ലും. ഇന്ന് വരെയും ബൈബിളിനകത്ത് കാണാത്ത രീതിയിലുള്ള പ്രവചനങ്ങളുടെ നിവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ സംഭവം, സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2, ഏകദേശം 200 കോടി പേർ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഈ സൂര്യന്റെ ചൂട് കൂടിയാൽ ആകാശത്തിനകത്ത് രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. മൂന്നാമത്തെ ഗാലക്സി ആ സോംബൂറ. ആ സോംബൂറയ്ക്കകത്ത് 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെയുള്ള ആകാശപ്പാറയുണ്ട്. ചിലപ്പോൾ ഈ ആകാശപ്പാറ ആകാശത്തിൽ കത്തുമ്പോൾ ചില ബിരുദന്മാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, ആകാശത്ത് മിന്നൽ കാണുന്നു, കർത്താവ് വരാറായി. സ്വോത്രം. അതല്ല സംഭവം. ആകാശപ്പാറ കത്തുന്നത് അങ്കമാലിയിൽ ഉൽക്ക കത്തുന്നു. അങ്ങനെയെങ്കിൽ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക ദാ കിടക്കുന്നു. ആകാശത്ത് നിന്ന് ഉൽക്ക വീഴും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ആസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ, അഥവാ ആകാശത്ത് നിന്ന്. തീർന്നില്ല. ഹിരോഷിമയിൽ ഉൽക്ക വീണു. അതാണ്ട് റഷ്യക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്ക. ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. നാട്ടുകാർ കേൾക്കണം. ഒരു സുപ്രഭാതത്തിൽ 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മണ്ണിൽ അമേരിക്കയുടെ 2 വിമാനം കയറി. 1 എനാഗുള, 2 ബോക്സ് കാർ. അതിനകത്ത് 2 ബോംബുകൾ വലിച്ചിട്ട് ലിറ്റിൽ ബോയും ഫാറ്റ്മാനും 1.5 ലക്ഷം പേരാ 2 ദിനമായി മരിച്ചതെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി ശക്തിയുള്ള പാറ ആകാശത്തിനകത്ത് കിടപ്പുണ്ട്. അത് താഴേക്ക് വീഴും. ശ്രദ്ധയോടെ ഇരിക്കണം. അന്ത്യദിനങ്ങളിൽ ആകാശത്ത് നിന്ന് പാറ വീഴും. വെളിപ്പാട് പുസ്തകം 8, 10, 11 വാക്യങ്ങൾ. മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുമോ? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10, 11 വാക്യങ്ങൾ വായിച്ചിട്ട് മോള്. വെളിപ്പാട് 8, 10, 11 വാക്യങ്ങൾ. മൂന്നാമത്തെ ദൂതൻ ഊതി. പടിപടിയായി മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഈരാറ്റുപേട്ട ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ രാജേഷ് പാസ്റ്റർ അവിടെ കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുവാൻ ഞാൻ പോയി. അന്ന് രാത്രി നമ്മുടെ റെഡ്വിയിൽ നമ്മുടെ അജി ലൈവ് കൊടുക്കുന്നത് പോലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾ ലൈവ് കൊടുത്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ ഇത് പിന്നെ അവിടുത്തെ ലോക്കൽ ടെലിവിഷൻ ചാനലിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് സംശയമുണ്ട്. ആൾക്കാർ ഞങ്ങളെ വിളിച്ചാൽ മറുപടിക്ക് അറിയത്തില്ല, അതുകൊണ്ട് പാസ്റ്ററിൻ്റെ ഒരു മൊബൈൽ നമ്പർ ഉണ്ട്. ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. 2 രാത്രി പ്രസംഗിച്ചു. അന്ന് രാത്രി എനിക്ക് മടങ്ങിപ്പോരണം. ആ കുഞ്ഞുങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് പാലയിൽ കൊണ്ടുവിട്ടു. പാലയിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് കയറി ഏറ്റുമാനൂർ എത്തിയപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. സാധാരണ പരിചയമുള്ളവരായിരിക്കും രാത്രി വിളിക്കുന്ന ഒരു അസാധാരണമായ നമ്പർ. അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, പാലാ കോളേജിലെ ഒരു പ്രൊഫസർ. എന്നോട് ചോദിച്ചു, സാറിന് നല്ല വിദ്യാഭ്യാസമുണ്ടല്ലോ, എൻ്റെ അക്കാഡമിക് പ്രൊഫഷൻ. ഞാൻ പറഞ്ഞു, സാറേ വിദ്യാഭ്യാസമല്ല, ഞാൻ യേശുവിനെ പറ്റി പ്രസംഗിച്ചതാ, സുവിശേഷം
കാരണം ഇതാ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സാറ് പറഞ്ഞ സയൻസ് ശരിയാ, 4 സെൻറ്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശത്തിനകത്ത് പാറയുണ്ട്. പുള്ളി മാന്യമായിട്ടൊരു സംശയം ചോദിച്ചു. റോഡിൽ 2 ബൈക്കുകൾ കൂട്ടിമുട്ടുന്നു, അതിനുശേഷം 2 ട്രെയിനുകൾ ഒരേ സമയം ഒരു പാതയിൽ വരുന്നു, ആകാശത്തിൽ വിമാനത്തിൻ്റെ കൂട്ടിയിടി ഒഴിവാകുന്നു, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ ആകാശപ്പാറ കൂട്ടിമുട്ടി ഇവിടെ ഒരു സ്ഫോടനം സംഭവിക്കുന്നില്ല? ഞാൻ പറഞ്ഞു, അവിടെ ആകാശപ്പാറ കൂട്ടിമുട്ടി ഒരു സ്ഫോടനം സംഭവിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതുകൊണ്ട് ഈ പാറ ഇവിടെ അന്തരീക്ഷത്തിൽ കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പുള്ളിക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി. ഇന്ന് രാത്രി പാറ പൊട്ടിയാൽ ഇവിടെ അടുത്ത് 2 സ്ഥലങ്ങളുണ്ട്. ഈ പെരുമ്പഴുതൂർ റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പെരുങ്കടവിളയും അതുപോലെ തന്നെ ആലത്തൂരും മാമ്പഴക്കരയും പടപ്പിത്തോട്ടവും പാലിയോട് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പാറയുള്ളത്. അവിടെ പാറ പൊട്ടിയാൽ എല്ലാം ക്രഷർ യൂണിറ്റിനകത്തല്ല വീഴുന്നത്. കുറേ പാറകൾ എവിടത്തേക്ക് പുറത്തേക്ക് തെറിക്കും. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആകാശത്ത് നിന്ന് പാറ പൊട്ടിയാൽ ആ നക്ഷത്രങ്ങളായിട്ട് വീഴും. അതിൻ്റെ പേരാ സ്റ്റാർ വാർസ്, നക്ഷത്ര സ്ഫോടനം. അതൊരു ഭയങ്കര പ്രസംഗം, അതിലേക്ക് പോകാൻ സമയമില്ല. ദാ കിടക്കുന്നു നക്ഷത്ര സ്ഫോടനം, സ്റ്റാർ വാർസ് വരാൻ പോകുന്നു. മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുവാൻ പോകുന്നു. അടുത്ത വാക്ക് കുഞ്ഞ് പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ സ്പീഡിൽ പോകാത്തതെല്ലാം സയൻസാണ്, ജോഗ്രഫിയ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നദികളിൽ 3-1 വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക്. അത് നെയ്യാറ് വീഴും, കരമനയാറ് വീഴും, അരുവിക്കര വീഴും. നദികളിൽ 3-1 നീരുറവ. മലയാളം നിങ്ങളുടെ കിണറ്റിലും ഇത് വീഴും. അടുത്തത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര്. അടുത്ത വാക്ക് ബൈബിളുള്ളവരെല്ലാം നോട്ട് ചെയ്യണം. ലോകത്തിൽ ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ കൂടിയ രാഷ്ട്രം. 850 കോടിയിലേക്ക് ജനം കടക്കുമ്പോൾ ഏകദേശം 200 കോടി പേർ ഇനി സംഭവിക്കുന്നത് വെള്ളം കുടിച്ച് മരിക്കും. അതിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോണം. വായിക്കാൻ കുഞ്ഞെ. 3-1 വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. 3-1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ, വായിച്ചാട്ടെ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. 3-1 ജനസംഖ്യ ലോകത്തിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മരിക്കും വെള്ളം കുടിച്ച്. അപ്പൊ എവിടെ? നദികളിൽ വീഴും, നീരുറവകളിൽ വീഴും, കിണറ്റിനകത്ത് വീഴും. അതുകൊണ്ട് ആ പത്രത്തിനകത്ത് നാടൻ ഭാഷ ഒരു വാർത്ത വരും, നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നെയ്യാറ്റിൻകരയിലെ ചിന്നമ്മ ചേച്ചിയുടെ കിണറിന്റെ തൊടി ഇടിഞ്ഞ് താഴുന്നു. കേട്ടവർക്കായി. ചില കിണറ്റിനകത്ത് പറയും ഒരു വെള്ളം, അഥവാ ആകാശത്തിൽ നിന്ന് ഉൾക്ക താഴെ പോകുമ്പോഴാ അതിനകത്തൊരു ഫ്ലൂറൈഡ് ഉണ്ട്. അപ്പം വെള്ളം കടങ്ങുമ്പോഴാ ഒരു വെള്ളം, മഞ്ഞ വെള്ളം ജല അതോറിറ്റിയെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇനി ഈ സംഭവം ഒന്ന് പറഞ്ഞു തരാം. ഇന്ന് രാത്രി തിരുവനന്തപുരം ജില്ലയുടെ കടലോര മേഖല, 1 കൊല്ലങ്കോട്, 2 പൂവാറ്, 3 പഴവഞ്ചാല്, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പുല്ലുവിള, വിഴിഞ്ഞം, ശംഖുമുഖം, ഈ സ്ഥലത്തെല്ലാം ഒരു സംഭവം നടന്നു. ഇടക്കാലത്ത് അനേകം മീനുകൾ കടൽക്കരയിൽ ചത്ത് കിടക്കുന്ന കാഴ്ച പത്രത്തിനകത്ത് കണ്ടു. തിരുവനന്തപുരം എഡീഷനിൽ മുഴുവനും ഉണ്ട്. ചെറുപ്പക്കാർ ഇവിടുന്ന് എനിക്ക് നോട്ട് ചെയ്തെല്ലാം അയച്ചു തന്നു. അപ്പം മീൻ ചത്ത് കിടക്കുന്ന കാഴ്ച അത് കണ്ടിട്ട് മലയാള മനോരമ, നല്ല പത്രം, അതിൻ്റെ ലേഖകൻ എഴുതിയൊരു കാര്യമുണ്ട്, നാട്ടുകാർ കേൾക്കണം. സ്രാവിൻ്റെ കറ കുഞ്ഞു മീൻ്റെ വായ്ക്കകത്ത് അടിച്ചത് കൊണ്ട് ആ മീൻ ചത്തെന്ന്. സ്വോത്രം. അവന് നല്ല അവാർഡ് കൊടുക്കണം. സ്വോത്രം. ഇത്രയും നാൾ പൂവാറിനകത്ത് സ്രാവില്ലായിരുന്നു, കൊല്ലംകോട് സ്രാവില്ലായിരുന്നു. ഇപ്പോഴാണ് സ്രാവിൻ്റെ കറ ഇറങ്ങിയത്. മലയാളം. ആലത്തൂരും പെരുങ്കടവിളയും പാറയിൽ നിന്ന് പൊട്ടുന്ന കഷണം നിങ്ങളുടെ വീട്ടിനകത്ത് വീഴുന്നത് പോലെ ജലാതിർത്തിക്കകത്ത് എവിടെയോ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീട്. ഉൽക്കയ്ക്കകത്തൊരു കെമിക്കലുണ്ട്, അതിൻ്റെ പേരാ ഫ്ലൂറൈഡ്. സമുദ്രത്തിലെ വെള്ളത്തിനകത്ത് ഉപ്പുരസം, അതിൻ്റെ പേരാ സോഡിയം ക്ലോറൈഡ്. അത് പറ്റിച്ചാൽ വീട്ടിൽ ഉപ്പ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ സോഡിയം ക്ലോറൈഡും ഈ ഫ്ലൂറൈഡും മിക്സൂഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ലായനിയാവും. നമ്മുടെ ശ്വാസകോശം ഇവിടെ നെഞ്ചിനകത്താണ് വിരിച്ചിരിക്കുന്നത്. പക്ഷേ മീനിൻ്റെ ശ്വാസകോശം ചെകിളയ്ക്കകത്താണ്. ഈ ചെകിളയ്ക്കകത്ത് ഈ ലായനി അടിക്കുമ്പോൾ ഉൾക്കടലിൽ കിടക്കുന്ന മീനിന് അവിടെ കിടക്കാൻ പറ്റാതെ വരും. ആ സമയത്ത് പല്ലി വാല് മുറിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നത് പോലെ കരയ്ക്കകത്ത് വന്ന് പെടച്ചടിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച വിഴിഞ്ഞവും കോവളവും അതുപോലെ തന്നെ പുല്ലുവിളയും അതുപോലെ തന്നെ കൊല്ലങ്കോടും കണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി കുടിക്കാൻ പോകുന്നത് ഫ്ലൂറൈഡ് വാട്ടർ. പറയാം. തിരുവനന്തപുരം ജില്ലയിൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം നെയ്യാർ. അഗസ്ത്യാർ മലയിൽ പെയ്യുന്ന മഴ, അതിനകത്തൊരു ഫ്ലൂറൈഡ് വീണാൽ നെയ്യാറിൽ നിന്ന് വെള്ളം ഒഴുകും. എവിടത്തേക്ക് ഒഴുകും? കള്ളിക്കാട് വഴി, മണ്ഡപത്തിൻ കട വഴി, നേരെ നെയ്യാർ വഴി അഗസ്ത്യ, ഇവിടെ നമ്മുടെ ബ്രാലുമൂടും ബ്ലാത്താങ്കരയുള്ള സകല എണ്ണോ അന്ത്യകാലത്ത് വെള്ളം കുടിച്ച് മരിക്കും. രണ്ടാമത് അരുവിക്കരയിൽ മഞ്ചയിൽ പെയ്യുന്ന മഴ പെയ്താൽ, അതുപോലെ തന്നെ മഞ്ചയ്ക്കകത്ത് ഒരു ഉൽക്ക വീണാൽ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് വരുന്ന വെള്ളം മുഴുവൻ, പട്ടം കേശവദാസപുരം, നാലാഞ്ചിറ, മണ്ണന്തല, സ്റ്റാച്ചു, പാളയം മുഴുവൻ, അരുവിക്കര ഡാമിനകത്ത് വെള്ളം ഒഴുകുന്നെങ്കിൽ അതിനകത്തൊരു ഫ്ലൂറൈഡ് വീണാൽ ആ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാറ്. ഇന്ന് രാത്രി ഇത് ദുഷ്കാലമാകയാൽ, കരമുയരുന്നില്ലല്ലോ, സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിനെ വിളിച്ചു കാണിക്കുന്നു. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ
ഇന്ന് മീൻ കൂട്ടത്തോടെ മരിക്കുന്നത് പോലെ പച്ച മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു കാഴ്ച നെയ്യാറ്റിൻകര കാണാൻ പോകുന്നു. വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണമോ? രണ്ടാമത്തെ സയൻസ്. 3, വരാൻ പോകുന്ന വൻ ഭൂകമ്പം. ബൈബിളിനകത്ത് ഭൂകമ്പം, കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഭൂകമ്പത്തിലേക്ക് പോകും. എന്താ നാം പാർക്കുന്ന ഭൂമി? ശ്രദ്ധയോടെ ഇരിക്കണം. സെന്റർ സിറ്റുവേറ്റ് ദ സൺ റൈസ് കം ടു എർത്ത് ഡൈവേർട്ടഡ് ടു ദ മോൾ. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ ഒരു സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. നാം പാർക്കുന്ന ഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ ഉള്ളവരെല്ലാം കേൾക്കണം. നാം പാർക്കുന്ന ഭൂമിക്ക് 4 തട്ടുകളാണ്. ഒന്നാമത്തെ തട്ട് ക്രിസ്റ്റ്, അത് 80 കിലോമീറ്റർ വീട് വെക്ക. 80 മുതൽ 2000 വരെ കിലോമീറ്റർ കിട്ടും മാൻഡേഡ്. മാൻഡേഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. ഒന്നാമത്തെ പ്ലേറ്റ് നെയ്യാറ്റിൻകര വഴി പോകുന്നു. കന്യാകുമാരി, നെയ്യാറ്റിൻകര, കാശ്മീർ. അത് കഴിഞ്ഞിട്ട് ഗൾഫിലെ GCC തുർക്കി വരെ കിടക്കുന്ന പേരാണ് ഏഷ്യൻ പ്ലേറ്റ്. രണ്ടാമത്തെ പ്ലേറ്റ് ന്യൂഡൽഹി, ബർമ, റംഗൂൺ, താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ വഴി ബ്രിട്ടൻ വരെ കിടക്കുന്നു. അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. ബൈബിളിനകത്തുണ്ടോ? ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം നിർമ്മിച്ചിരിക്കുന്നു. അപ്പൊ ഭൂമിക്ക് പ്ലേറ്റ് വെച്ചതാരാ? സ്വർഗത്തിലെ ദൈവം. യോബിനോട് ദൈവം ചോദിച്ച ചോദ്യം എത്ര പേർക്കറിയാം? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? യോബേ, വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക്. മകയിരത്തിന്റെ രാശിയെ നീ കണ്ടിട്ടുണ്ടോ? കാർത്തികയുടെ ചങ്ങലയെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി ആരാ? തിരുവല്ലാനാക്കാരൻ ഗോപിനാഥൻ ആശാരി അല്ല, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് അയ്യോബനോട് ചോദിച്ച്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഉത്തരദിക്കൻ ആസ്തിത്വത്തിന്മേൽ ഭൂമിയെ ശൂന്യതയിൽ നിർത്തുന്നു. എന്താ നാം പാർക്കുന്ന ഭൂമി? കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 2 ദിവസം മാത്രം 52 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് നാം പാർക്കുന്ന ഭൂമി. അതിൽ 3/2 ഭാഗം വെള്ളമാണ്. 36 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 23.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ 1600 കിലോമീറ്റർ പമ്പരം പോലെ കറങ്ങുന്ന ഒരു പ്രതലത്തിനകത്താ നാം ഇന്ന് രാത്രി നിൽക്കുന്നത്. 24 ആയാൽ ഇവിടെ കടൽ വെള്ളം കയറും. 23 ആയാൽ ഈ ഭൂമിക്ക് ചൂട് കൊണ്ട് പൊള്ളിക്കളയും. അപ്പോൾ അതിശയവും ഭയങ്കരവുമായി സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. മിണ്ടുന്നില്ലല്ലോ. സ്വത്രം. സംശയമുണ്ട്. നാളെ കാട്ടാക്കടയോ തൊടുക്കലോ സ്കൂളിൽ പോയി ജോഗ്രഫി ടീച്ചർമാരോട് ചോദിച്ച് എൻ്റെ പേര് പറഞ്ഞാൽ മതി, അവരും ഇത് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ 3 കഴിഞ്ഞാൽ 4മതൊരു തട്ടുണ്ട്. 4മത്തെ തട്ടിൻ്റെ പേരാ പാതാളം. മിണ്ടുന്നില്ലല്ലോ. അതിന് 3 ഇംഗ്ലീഷ് വേർഡുകളാണ് പറയുന്നത്. പാതാളം, യാതനാസ്ഥലം, പുറത്തെ ഇരുട്ട്, അബ്സോസ് സ്റ്റാർട്ടസ് ഹേഡ്സ്. അത് കൃത്യമായി പറയുന്നത് TPM-കാരാ. അങ്ങനെ ഒരു വീടുണ്ട് ഭൂമിക്ക് കീഴെ പാതാളത്തിൽ. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ പ്രേതങ്ങൾ നൊന്തു നടുങ്ങുന്നു. മിണ്ടുന്നില്ലല്ലോ. തീർന്നില്ല. ആ പാതാളത്തിലെ വീട്ടിൽ പോയൊരു അച്ചായനുണ്ടല്ലോ. അങ്ങനെ ഒരു അച്ചായനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? ലൂക്കോസ് 16 ഒരു അച്ചായനുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര ധനവാൻ, പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ചായൻ. കരമുയരുന്നില്ലല്ലോ. ലൂക്കോസ് 16. ആ അച്ചായൻ്റെ പ്രത്യേകത എന്തോ? ആ കാലത്ത് കോവിഡ് വന്നു. അച്ചായൻ്റെ വീട്ടുപാതയ്ക്ക് ഒരു പുള്ളി ഉണ്ടായിരുന്നു, ലാസർ കുറച്ച് മര്യാദയുള്ളവനായിരുന്നു. അച്ചായനും മര്യാദയുള്ളവനായിരുന്നു. ഇടയ്ക്ക് TB ആശുപത്രിയുടെ അവിടെ കിട്ടുന്ന ഒരു ചായയും പരിപ്പോടെയൊക്കെ ഈ ധനവാൻ കൊടുക്കുമായിരുന്നു. ഇന്നത്തെ നെയ്യാറ്റിൻകര ധനവാന്മാർ കണക്കല്ല. വീട് പൂട്ടി അൽസേഷനെ കുരപ്പിക്കുന്ന ധനവാന്മാരല്ല. സ്വോത്രം. ഈ ധനവാൻ ഇച്ചിരി മര്യാദയുള്ള ധനവാനായിരുന്നു. അപ്പോൾ കോവിഡ് ബാധിച്ച് ഹല്ലേലൂയ, ലാസറും മരിച്ചു, അച്ചായനും മരിച്ചു. ലാസറിനെ എവിടെ കൊണ്ടുപോയി തട്ടിയോന്ന് അറിയത്തില്ല. വട്ടിയൂർക്കാവി കത്തിച്ചോ, അത് കഴിഞ്ഞിട്ട് മലമുകളിൽ കൊണ്ട് 12 അടി വലിച്ചിട്ടോ എന്നറിയത്തില്ല. പക്ഷേ ബൈബിൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവൻ വഴിഭക്തിയിൽ പട്ടുപോയാലും, ഇനി പക്ഷേ സ്റ്റേജിനകത്ത് തീർന്നാലും, വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചാലും, 4 വെള്ളപ്പൊക്കം മരിച്ചാലും, ഹാർട്ട് അറ്റാക്ക് മരിച്ചാലും, ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട. കരമുയരുന്നില്ലല്ലോ. അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. മക്കളെ, ഇന്ന് രാത്രി പെരുമ്പഴുതൂർക്ക് നല്ല അടക്കം കിട്ടിയിട്ടോ, ഇവിടെ നേതാക്കൾ വന്നിട്ടോ മണിമാലയും പൊന്മാലയും കുരിശും കതിനാവടിയും വെട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്റെ ജീവിതത്തിൻ്റെ അടക്കമല്ല വലുത്. തുടക്കത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അടക്കം ഏത് വഴി നടന്നാലും നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ, ഭക്തന്മാർ പാടുമ്പോൾ അന്തിമ ദിനങ്ങൾ ഇങ്ങനെ പാടാറുണ്ട്. കുഞ്ഞപ്പി ഉപദേശിയും അതുപോലെ തന്നെ മുത്തമ്പ്ലാക്കൽ ഉപദേശിയൊക്കെ മരണദിനം കാണുമ്പോൾ അവരിങ്ങനെ പാടുന്നുണ്ട്, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. എത്ര നല്ലതാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹി ഈസ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഹി ഈസ് പ്രൊമോട്ടഡ് ടു നരകമെന്നല്ല ഞങ്ങൾ പറയുന്നത്, അവൻ മഹത്വത്തിൽ പ്രവേശിച്ചു. കരമുയരുന്നില്ലല്ലോ. രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയത് മഹത് പ്രത്യാശയുടെ പൊൻകിരണത്തിൽ നിത്യതയിൽ കാണാനാ. അതിൻ്റെ പേരാ സുവിശേഷ പ്രസംഗം. ധനവാൻ മരിച്ചപ്പോൾ CSIയിലെ ബിഷപ്പ്, ഞാനടക്കമുള്ള എല്ലാവരും വന്നു. അച്ചായൻ വെട്ടി തന്നു, കിടക്ക തന്നു, മണി തന്നു, കൺവെൻഷന് കാശ് തന്നു. നല്ല അടക്കം ഈട്ടിപ്പെട്ടി കയറ്റി നാട് ചുറ്റി, നഗരം ചുറ്റി, കാട്ടാക്കട വെറൈറ്റി മാൾ, RIP
ലൈവ് അജിയെ കൊണ്ട് കൊടുത്തു. പക്ഷേ ധനവാൻ പോയത് എവിടാന്നറിയാമോ? മേലോട്ടല്ല, അവൻ കീഴെ പാതാളത്തിലേക്ക് പോയി. മലയാളം ഇനിയുള്ള കാര്യം ഒന്ന് കേൾക്കണേ. ധനവാന്റെ വീട് നല്ല വീടായിരുന്നു. ധനവാന്റെ ഒരു മോനുണ്ടായിരുന്നു, ജോയിക്കുട്ടി. ആ ജോയിക്കുട്ടിക്ക് ഒരു കൊച്ചുമോനുണ്ടായിരുന്നു. ഇതാ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മോൻ്റെ പേര് ജിത്തുമോൻ. അപ്പോൾ ഈ ധനവാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യാറ്റിൻകര ബാറിലൊക്കെ പോയി ഇച്ചിരി ഒന്ന് മിനുങ്ങുമായിരുന്നു. കണ്ടോ സ്വോത്രം. അപ്പോൾ വരുമ്പോൾ ഈ കൊച്ചിന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. അവനോട് അവന് സ്നേഹം ഉണ്ടായിരുന്നു. എന്തായാലും അപ്പച്ചൻ പോവുമല്ലേ, കൊടുക്കാനൊന്നും ഇല്ലല്ലോ. പഴയ ഒരു മൊബൈൽ അവൻ ചാർജ് ചെയ്ത് അപ്പച്ചൻ്റെ തലയണയുടെ കീഴിൽ കയറ്റി വെച്ച്. നാടൻ ഭാഷ സാംസങ് 7 ഗാലക്സി ടച്ച് വന്നപ്പോൾ പഴയ കട്ടി മൊബൈൽ പോട്ട് അപ്പച്ചൻ്റെ തലയണയുടെ കീഴിൽ വെച്ചേക്കാന്ന്. അപ്പച്ചൻ മരിക്കുമ്പോൾ പഴയ കാലത്ത് നെയ്യാറ്റിൻകരയുള്ള ചേട്ടന്മാർ 50 രൂപ തലയണയുടെ കീഴിൽ കയറ്റി വെക്കായിരുന്നു. വ്ളാത്താങ്കര 6 കിടക്കാൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇനി മേലത് ചെയ്യരുത്. ഇവിടെ ചെന്ന് നിംസിലെ ആശുപത്രിയിലെ ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി. അപ്പച്ചൻ്റെ തലയണയുടെ കീഴിൽ 50 രൂപ നോട്ട് വെച്ചാൽ പെട്ടിക്കകത്ത് അത് രവിച്ചു പോകത്തുള്ളൂ. അപ്പച്ചന് കയറാൻ വണ്ടിക്കൂലി ഒന്നും വേണ്ട, കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഇന്ന് ഇൻസുലിൻ പോലും എടുത്തില്ല, കയ്യും മറയ്ക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി കുഴഞ്ഞു വീണ് മരിക്കാം. എൻ്റെ സഹോദരൻ ജോസ് പാസ്റ്റർ വിട്ടിരിക്കുന്നു. എന്നെ എല്ലാവരും കൂടെ താങ്ങി 108 കയറ്റി നെയ്യാറ്റിൻകര കൊണ്ട് ആംബുലൻസിനകത്ത് നല്ല ഫ്രീസർ വെക്ക്. ജോസ് പാസ്റ്റർ പറയും ജീവിച്ചിരുന്നപ്പോൾ തണുപ്പ് കിട്ടിയില്ല, ഇപ്പം നല്ലോണം ഇച്ചിരി അടിച്ച് കയറ്റിക്കോളാം. സ്വോത്രം. കമ്പൗണ്ടർ അടുത്ത് സ്വോത്രം. നല്ല തണുപ്പും തരും. നാളെ പത്രത്തിൽ വാർത്ത വരും, പാസ്റ്റർ സജു ചാത്തന്നൂർ മരിച്ചുപോയി. അപ്പോഴും എൻ്റെ ഡെഡ് ബോഡി എവിടെ കിടക്കുക? TB ആശുപത്രിയുടെ മോർച്ചറിക്കകത്ത്. അപ്പോൾ എൻ്റെ ബോഡി ഇവിടെ കിടക്കുന്നവനല്ല സജു ചാത്തന്നൂർ, പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ. അതുകൊണ്ട് ആ സഭാപ്രസംഗി പറയുന്നു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കേൾക്കണം മക്കളെ, സൂചിയുടെ പ്രസംഗം ഇതാ. സ്വോത്രം. ധനവാൻ എവിടെ? പാതാളത്തിൽ ചെന്നു. പാതാളത്തിൽ ചെന്നപ്പോൾ അവിടെ നെയ്യാറ്റിൻകര ഹല്ലേലൂയ TB ജംഗ്ഷനിലെ കള്ളുകൂടിയന്മാരെല്ലാം അവിടെ നിൽക്കുക. സ്വോത്രം. അച്ചായനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ എത്ര യോഗ പെരുമ്പഴുതൂരും നെയ്യാറ്റിൻകരയും ആറയൂരും ചെമ്മണ്ണുവിള അമരവിള പാലക്കടവിലും പിന്നെ അവിടെ അല്ല ഏലംവിള അമരവിള എല്ലാം നടന്നില്ലേ? പഴയ കടയിലും വന്ന് ഓലത്താന്നിയിലും എല്ലാം. അച്ചായൻ അതെങ്കിലും കേട്ടിട്ട് ആ രക്ഷയുടെ പെട്ടകത്തിൽ കയറി കൂടായിരുന്നു. സ്വോത്രം. നരകത്തിൻ്റെ പ്രത്യേകത എന്താ അമ്മ? ആരും പ്രസംഗിക്കത്തില്ല. അവിടെ ഗൾഫിലെ ബ്ലാങ്കറ്റ് അല്ല, ഇവിടെ 22 ഗോദ്രേജ് അല്ല, അവിടെ കിർമിയുടെ മേളമാണ്. അച്ചായൻ അവിടെ ചെന്നപ്പോൾ ഇന്ന് വരെ ഹല്ലേലൂയ പറയാത്ത അച്ചായൻ വായൊന്ന് തുറന്നൊരു ഹല്ലേലൂയ പറയാൻ നോക്കിയപ്പോൾ 50 കിർമി അകത്ത് പോയി. സ്വോത്രം. ഇന്ന് രാത്രി നരകവാസം. സ്വോത്രം. ബൈബിളിൽ നരകത്തെപ്പറ്റി പറയുന്നുണ്ടോ? മലയാളത്തിനകത്ത് ബൈബിളിനകത്തുണ്ട്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു, കെടാത്ത തീയും ചാകാത്ത പിടുകും. ബാക്കി ഹൈന്ദവരുടെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. പഴയ കാലത്ത് ഹൈന്ദവരെല്ലാം അത് വായിക്കുമായിരുന്നു. ഇപ്പം എനിക്കറിയത്തില്ല. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവം, ഈ 4 വേദങ്ങൾ ഈ അമ്പലത്തിനകത്ത് ഉത്സവം. ഈ റോഡ് കാട്ടാലിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ്. പെരുമ്പഴുതൂർ മുഴുവൻ എനിക്കറിയാം. അവിടെ സ്വാമി ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുക. നമ്മളെന്തിനാ പോകുന്നത്? വൈകിട്ട് ഗാനമേളയ്ക്ക് നാട്ടുകാരെ അടിക്കാനും പോലീസിനെ അടിക്കാനും. കരം ഉയരുന്നില്ലല്ലോ. എന്നാൽ രാവിലെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തൂടെ പോകുമ്പോൾ ഒരു പായ്ക്കകത്ത് മൈക്ക് താത്തിട്ട് ഒരു 2 ചേട്ടന്മാരും ചേച്ചിമാരും കാവി മുണ്ടെടുത്തുകൊണ്ട് തല മുതൽ കാൽ വരെ കുറി വരച്ചുകൊണ്ട് ഭക്തിയോട് ഇങ്ങനെ പാടാറുണ്ട്. സത്കർമ്മോദയ സത്കർമ്മോദയ. കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നല്ല കാര്യം ചെയ്താൽ നിന്റെ ആത്മാവ് നിത്യ വീട്ടിൽ പോകുന്നല്ല, കള്ളു കുടിച്ചാൽ പരിപാടിയാവുന്നു. സ്വോത്രം. അതുകൊണ്ട് മഹാഭാരതം അന്ത്യദിനങ്ങൾ നാട്ടുകാർ കേൾക്കട്ടെ. ഹൈന്ദവർ അവർക്ക് പോലും അറിയത്തില്ല. മഹാവിഷ്ണു പറയുന്ന ഒരു കാര്യമുണ്ട്, ഉയുലകം ആലില വിറയ്ക്കുന്നത് പോലെ വിറയ്ക്കുമെന്ന്. സ്വോത്രം. അന്ത്യദിനങ്ങൾ. അന്ന് മനുഷ്യൻ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ദണ്ഡിപ്പിക്കുന്ന ക്രിയകൾ ഭൂമിക്കടിയിൽ പാതാളത്തിലുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ, പിതാക്കൾക്ക് വാവുബലി. കരമുയരുന്നില്ലല്ലോ. ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി വാവുബലി. എത്ര ക്ലിയർ. അടുത്തത് ഇസ്ലാം സഹോദരങ്ങളോട് നാളെ ചോദിക്കണം. അവരുടെ ഖുറാനകത്ത് ആയത്ത് മസ്നാദ് 716 ഏറ്റവും ക്ലിയർ അതാ. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തിവലിക്കുന്ന പാമ്പുകളുണ്ട്. കരമുയരുന്നില്ലല്ലോ. എന്ന് രാത്രി ചില ടിക്കറ്റ് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. കേരള അല്ല, മാവേലി അല്ല, കാരുണ്യല്ല, രക്ഷയുടെ ടിക്കറ്റ്. ഇന്ന് രാത്രി അത് ഏറ്റെടുത്താൽ നിനക്ക് ഭൂമിയുടെ കീഴെ പോണ്ട നിത്യ വീട്ടിലേക്ക് പോകാം. അതിന് വേണ്ട 2023 ജീവൻ്റെ വചനത്തിൻ്റെ കൺവെൻഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളൂടെ ശ്രദ്ധയോടെ കേൾക്കണം. സമയമൊന്നും പോയിട്ടില്ല. നല്ല കാലാവസ്ഥ ദൈവം കൺവെൻഷൻ തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ധനവാൻ അവിടെ ചെന്നപ്പോഴാ തമിഴ്നാടുകാരുടെ ഭാഷയിൽ പറഞ്ഞ് പൂയലടിച്ചത്. ഓക്കെ, ചുഴലിക്കാറ്റെല്ലാം അടിച്ചു, ലൈനും സപ്ലൈ എല്ലാം പാതാളത്തിൽ പോയി. 40 ദിവസം വെട്ടവും വിളിച്ചില്ല. 40ാം ദിവസം കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോൾ ധനവാൻ പെരിയ മൊബൈൽ ഓണാക്കി ആദ്യം മൈ ഹൗസ് വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. വീട്ടിൽ ഫോൺ എടുത്തപ്പോൾ ഒരു അരുമயான ഒരു പാടൽ, മർക്കോസിൻ്റെ പാടൽ, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യ ഏക ദൈവം. ഉടനെ ധനവാൻ ജോയിക്കുട്ടി മകനോട് പറഞ്ഞു, മോനെ, ഞാൻ പാതാളത്തിൽ വന്നെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചല്ലോ, അരുമயான പാടൽ കേൾക്കുന്നല്ലോ. സ്വോത്രം.
ഇതിനു മുമ്പ് ധനവാൻ പോകുന്നതിന് മുമ്പിട്ട് അന്നത്തെ പാട്ട് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിലായിരുന്നു. ഇപ്പോഴത്തെ പാട്ടാ മാറിയത്. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ ഈ ധനവാൻ. അപ്പം ജോയിക്കുട്ടി പറഞ്ഞ അച്ഛാ ഇത് അരുമയാന പാടലല്ല, അച്ചായൻ മരിച്ചതിൻ്റെ 40 പാട്ട് കുർബാന. അപ്പം അച്ചായൻ്റെ ചങ്ക് ഒന്ന് കത്തി. മോനെ സ്പെഷ്യൽ എന്തുവാ? നെയ്യാറ്റിൻകര TV വിസ്മയെന്ന് മേടിച്ചുകൊണ്ട് വന്ന് നല്ല ഒന്നാന്തരം മട്ടൻ കറിയും അത് കഴിഞ്ഞിട്ട് നല്ല പാലപ്പം ചൂടുണ്ട് അച്ചായോ. ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഓരോ കുപ്പ് 7up. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അച്ചായൻ പറഞ്ഞ എൻ്റെ പൊന്ന് ജോയിക്കുട്ടി നെയ്യാറ്റിൻകര പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയറിനകത്ത് കയറോ തോമാച്ചാൻ പാതാളം അഡ്രസ്സ് 2 കുപ്പി 7up അയച്ചേക്കാൻ. കരം ഉയരുന്നില്ലല്ലോ. കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാരും ചെല്ലാൻ പോകുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവോ. അപ്പോൾ സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്നത് ആ ഭൂമി. സൂര്യനകത്ത് കത്തുന്ന വാതകം ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞപ്പോൾ ഇന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പേരാ ഹീലിയം. ബ്ലാക്ക് മോൾ സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗാലക്സി. കറുത്ത പുള്ളികൾ. തീവ്രവാദിയല്ല. ആ കറുത്ത പുള്ളികൾ ഭൂമിയുടെ പ്ലേറ്റിന് കിട്ടാതെ ഇരിക്കുമ്പോൾ ഭൂമിക്ക് വരുന്ന പ്രതിഭാസമാ ഭൂകമ്പം. യശയാ പ്രവചനം 24:19-20. വീട്ടിൽ ചെന്ന് ഭൂമി പടുപട പൊട്ടും കിടുകിട കയറും മത്തനെ പോലെ ചാഞ്ചാടും കാവൽമാടം പോലെ ആടും. അത് വിറയ്ക്കും വീഴും എഴുന്നേൽക്കയില്ല. അതിൻ്റെ അപ്പുറത്തൊരു ഭാരമുണ്ട്. അതിൻ്റെ അകൃത്യോ അതിന് ഭാരമായിരിക്കുന്നു. നാടൻ ഭാഷ. ഇന്ന് എന്താ സംഭവം? കൊലപാതകത്തിൻ്റെ പരമ്പരയില്ലേ കോവിഡ്. കേരളത്തിൽ 80,000 പേരെ കൊന്നിട്ട് പച്ചയ്ക്ക് കണ്ണി ചോരയില്ലാത്ത പ്രിയപ്പെട്ടവർ മനുഷ്യനെ കൊല്ലുന്നു. ചേട്ടൻ അനിയനെ കൊല്ലുന്നു. മലയും കീഴിൽ കുടിച്ചുവിട്ട് വരുന്ന അപ്പൻ മകനെ കൊല്ലുന്നു. കേട്ടോണേ. തിരുവനന്തപുരം ജില്ല ഞെട്ടണം. കഴിഞ്ഞ ദിവസം 9 മാസവും 9 ദിവസവും 9 വിനാഴികയും പ്രസവിച്ച കുഞ്ഞിനെ 3 ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരം ജില്ലയെ വിറ്റു. കരം ഉയരുന്നില്ലല്ലോ അച്ചായ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇവിടെ നെയ്യാറ്റിൻകരയിൽ എത്ര കൊലപാതകം. തിരുവനന്തപുരം സിറ്റി ലോഡ്ജിനകത്ത് രാവിലെ ഡ്യൂട്ടിയിലുള്ളവനെ 36 വെട്ടുകൾ നെടുമങ്ങാട്ട ഗുണ്ട വെട്ടിക്കൊന്നു. തീർന്നില്ല. കോട്ടയത്ത് പുലി ജോസ് എന്ന് പറയുന്ന ഒരുവൻ എന്താ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ഒരു കുഞ്ഞിനെ അടിച്ചു കൊന്നിട്ട് അരിയും ചാക്ക് ചുമക്കുന്ന പോലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. തിരുവനന്തപുരം മാത്രം കല്ലമ്പല തനിശാന്തി എനിക്ക് നേരിട്ടറിയാം. ടെക്നോ പാർക്കിലെ എഞ്ചിനീയർ സ്വന്തം മകളെയും അമ്മയെയും കാമുകൻ നെനോ മാത്യുവിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത തിരുവനന്തപുരം. മിണ്ടുന്നില്ലല്ലോ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര. നെയ്യാറ്റിൻകരക്കാർ കേൾക്കട്ടെ. ജനിച്ച കുഞ്ഞിനെ വെള്ളത്തിനകത്തിട്ട് കൊല്ലുന്ന അമ്മമാർ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പനെയും അമ്മയും രാത്രിയിൽ ഹല്ലേലൂയ അമ്മച്ചി അത്താഴം വിളമ്പി വെച്ചു മയക്കുമരുന്ന് കഴിച്ച മകൾ രാത്രി തൃശ്ശൂർ വന്ന് അത്താഴം കഴിച്ചിട്ട് പണം ചോദിച്ചിട്ട് കൊടുക്കാത്ത അമ്മയുടെ ചങ്കിനകത്ത് കത്തി കുത്തി കയറ്റി. സ്വോത്രം. അതുകൊണ്ടെങ്കിൽ ഇന്ന് രാത്രി പെരുമ്പഴുതിനോരോട് ഞാൻ പറയാൻ പോകുന്നു, ഈ ഭൂമിയെ ദൈവം അധികം വെച്ചുകൊണ്ടിരിക്കത്തില്ല. കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ ചിന്നമാമ വിരുന്നുകാർ വരുന്നവരെ കാത്തിരിക്കാതെ കൈയിരിക്കുന്ന കാത്തി എടുത്ത് തീർക്കുന്നത് പോലെ ഈ ഭൂമിയെ ദൈവം തീർക്കാറായി. അകൃത്യം പെരുകുന്നു, പാപം വളരുന്നു, കൊലപാതകം പെരുകുന്നു. 2 ബിസിനസ് കേരളത്തിൽ പൊടിപിടിക്കുന്നില്ലേ? അതിൻ്റെ പേരാ മയക്കുമരുന്നും കഞ്ചാവും. ഇല്ലാത്തതുണ്ടോ? പെൺപിള്ളേരെ ഞാൻ ഏറ്റവും കൂടുതൽ സൂപ്പർ ഫാസ്റ്റിലാണ് യാത്ര ചെയ്യുന്നത്. കേട്ടോണേ. ഞാൻ ചാത്തനൊന്നും അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്നും എല്ലാം വണ്ടി കയറും എത്തുമ്പോൾ ഒന്ന് വിളിച്ചേക്കണത്. എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എല്ലാം ഇരിക്കുന്നത് ചില പെൺപിള്ളാരും ചെറുപ്പക്കാരുമാണ്. എൻ്റെ അമ്മാമ്മ അച്ചായ ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി ഇനി 7 ഗട്ടർ ചാടിയാലും അവരറിയത്തില്ല. സ്വോത്രം. തട്ടിയാലും അപ്പോഴാ കണ്ടക്ടർ പറയുന്നത് സാറേ മിണ്ടരുത് ഗുളിയേം കഴിച്ചിട്ടിരിക്കുവാന്ന്. സ്വോത്രം. ഇന്ന് രാത്രി യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളുടെ തലമുറകളെ ചൊല്ലിക്കരയുവൻ. കരം ഉയരുന്നില്ലല്ലോ അച്ചായ. സ്വോത്രം. ഇന്ന് മക്കളെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുക. ദുഷ്ടപ്പിശാച് തലമുറകളെ കരങ്ങളിൽ കൊണ്ടുവന്നിരിക്കുക. സ്കൂളിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജിനകത്തെല്ലാം ഈ മയക്കുമരുന്നിൻ്റെ വിപത്തിരിക്കുക. വളർന്നു വരുന്ന തലമുറയെ കാർന്ന് തിന്നുവാൻ ദുഷ്ടപ്പിശാച് തലച്ചോറിൻ്റെ മണ്ഡലങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തിയുടെ കെട്ട കേരളത്തിൽ പഞ്ചാബിനെയും കടത്തിവെട്ടി മയക്കുമരുന്ന് വരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് ക്ലിയറായി, മക്കളെ ഇത് ദുഷ്കാലമാ. സോദോമിൻ്റെ മേൽ ന്യായം വിധിച്ച ദൈവം കേരളത്തിൻ്റെ മേൽ ന്യായവിധിയുടെ കരങ്ങൾ വരും. ഏറ്റവും കൂടുതൽ സുവിശേഷം ഒരു സ്ഥലത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്റ്റേറ്റ് ഏതാ? കേരളമാണ് മക്കളെ. സ്വോത്രം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട അത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകളിൽ പരമ്പര പത്തനംതിട്ട ഏറ്റവും ജില്ല യോഗം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ പ്രതലത്തിനകത്തുനിന്ന് ഭൂമിക്ക് പിടികിട്ടാതിരിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാകും. കടക്കാം മുല്ലപ്പെരിയാർ 1970 മുതൽ 80 വരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. 20 ഭൂകമ്പങ്ങൾ. 80 മുതൽ 90 വരെ 30 ഭൂകമ്പങ്ങൾ. 90-ന് ശേഷമായ നിർണായക ഭൂകമ്പം അതിലൊന്നാം മഹാരാഷ്ട്രയിലെ ലത്തൂർ. കടക്കാം. മഹാരാഷ്ട്രയിലെ ലത്തൂറായി ഏറ്റവും നിർണായകമായ ഭൂകമ്പം 1993 സെപ്റ്റംബർ മാസം 30 ഉച്ചയ്ക്ക് 2:30 മണിക്ക് 6.5 മഹാരാഷ്ട്രയിലെ ലത്തൂർ കുലുങ്ങി 43,000 പേരാ മരണപ്പെട്ടത്. ആ ചലനം
കമ്പനം 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 എവിടെ വന്നു? മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, കൊച്ചി കടൽ, അത് കഴിഞ്ഞ് നേരെ മൂവാറ്റുപുഴ, തൊടുപുഴ, കാഞ്ചിയാർ, വള്ളക്കടവ്, ഉപ്പുതറ, ബേബി ഡാം. അന്നായി മുല്ലപ്പെരിയാർ കുലുങ്ങിയത്. എന്താ മുല്ലപ്പെരിയാർ? തിരുവിതാംകൂർ രാജകുടുംബം, ഇവിടുത്തെ ആൻസലൻ സഖാവിനോ ഇവിടുത്തെ ഹരീന്ദ്രൻ സാറിനോ ഒരുത്തർക്കും ഒരു മുണ്ണാക്കുറിയത്തില്ല. എന്താ മുല്ലപ്പെരിയാർ എന്നറിയാമോ? തിരുവിതാംകൂർ രാജകുടുംബം തമിഴ്നാടിനോട് കാണിച്ചത് കമ്പം തേനി ഡിസ്ട്രിക്റ്റിനോട് വെള്ളം കൊടുത്ത സ്പിൽവേയ മുല്ലപ്പെരിയാർ. ചുണ്ണാമ്പ് സുർക്കേൻ. വർഷം 125 കഴിഞ്ഞു. ഏത് സമയവും മുല്ലപ്പെരിയാർ പൊട്ടാൻ 45 ലക്ഷം പേർ ഗുഡ് ബൈ പറയാ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരുമോ? ഇനി ഇവിടെ നമ്മുടെ CM പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഥവാ മാറി ശശി തരൂർ വരട്ടെ, VD സതീശൻ വരട്ടെ, ഒരു കാരണവശാലും മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം വരാൻ തമിഴൻ സമ്മതിക്കത്തില്ല. കാര്യമെന്താ? 5 ജില്ലകൾ ഗുഡ് ബൈ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം, നെടുമ്പാശ്ശേരി. ഇത് ഇത്രയും പോയാൽ കേരളം 2. ഇപ്പം തന്നെ കുമരി മാവട്ടക്കാർ സൈകതർ എന്താ നെയ്യാറ്റിൻകര അവർക്ക് വേണമെന്ന്. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. കുമരി ജില്ലക്കാർ പറയുന്നത് നെയ്യാറ്റിൻകര വേണമെന്ന് സ്വോത്രം. അപ്പം മുല്ലപ്പെരിയാർ പൊട്ടിയ കൊല്ലവും തിരുവനന്തപുരവും ആരെടുക്കും? നമ്മുടെ കുമരി മാവട്ട്. അപ്പുറത്ത് ഗൂഡല്ലൂരുകാരെന്ത് ചെയ്യും? മലപ്പുറവും കോഴിക്കോടും പിടിക്കും. അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂരുകാർ പാലക്കാടും തൃശ്ശൂരും എടുക്കും. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. അതുകൊണ്ടാണ് ഇനി ഏത് സുപ്രീം കോടതി വന്നാലും ഇവിടെ ഏത് മുഖ്യമന്ത്രി വന്നാലും ഇവിടെ ഇനി മുല്ലപ്പെരിയാർ പണിയാൻ 30 കൊല്ലമാണ് ദൈവം അവസരം കൊടുത്തത്. നിങ്ങളുടെ മൊബൈലിൽ നോട്ട് കിടപ്പുണ്ട്. 1993 സെപ്റ്റംബർ 30 ആദ്യമായി മുല്ലപ്പെരിയാറിൽ വിള്ളൽ. മുല്ലപ്പെരിയാർ പൊട്ടുമോ? ഇന്ന് രാത്രി ഞാൻ പറയൂ മുല്ലപ്പെരിയാർ പൊട്ടും. 45 ലക്ഷം പേർ ഗുഡ് ബൈ പറയൂ. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കുന്നു? നമ്മുടെ ദൈവം കരുണയുടെ ദൈവം, നമ്മുടെ ദൈവം കൃപാലുവായ ദൈവം, നമ്മുടെ ദൈവം വിശ്വസ്തതയുടെ ദൈവം. ഇസ്രായേൽ ജനം ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാർ ഏൽക്കുമ്പോൾ അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. ആരാ? ഞാൻ ഇടുക്കിയിൽ ഏകദേശം ഇപ്പോൾ ഇടുക്കിയിൽ IPCയുടെ സെൻട്രൽ കൺവെൻഷൻ മുഴുവൻ ഞാൻ പ്രസംഗിച്ച. ഉപ്പുതറ പോയി, കുമളി പോയി, വർഷങ്ങളായി. കട്ടപ്പന സെൻറ്റർ, ഇവിടെ എല്ലാം എൻ്റെ സ്നേഹിതരാണ്. ഏകദേശം 100ഓളം രാത്രികളിൽ ഞാൻ ഇടുക്കിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. 100ൽ പരം രാത്രിയായി. ഇടുക്കിയിൽ ഇപ്പോൾ പ്രസംഗിച്ചത് CSI മാർച്ച് 5, 6, 7 കഞ്ഞിക്കുഴി CSI. അല്ല മെയ് 11, 12, 13, 14 കൊന്നത്തടി 4 രാത്രി കർത്താവിൻ്റെ വരവ്. 20, 21, 22 വീണ്ടും മെയ്യിൽ പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേലച്ചുവട് CSI. ഇവിടുത്തെ CSIയിലെ ബിഷപ്പ് പെരിയപ്പതി എന്നെ ഔട്ടാക്കിയപ്പോൾ കോട്ടയത്തെ ബിഷപ്പുമാർ പറഞ്ഞു, പാസ്റ്റർ ഇങ്ക വന്ന് അരുമயான ചെയ്തികളെ കൊടുക്കത്. കരമുയരുന്നില്ലല്ലോ. 2018 തിരുവനന്തപുരം LMSൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ നാട്ടുകാർ കേൾക്കട്ടെ, ഇവിടുത്തെ എല്ലാ CSIക്കാരും ഉണ്ട് സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞിട്ട് പോയി, തിരുമേനി കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന്. സ്വോത്രം കൊടുത്തില്ലയോ? കനത്ത വില. പ്ലെയിനകത്ത് പോയപ്പം പച്ചയ്ക്ക് താഴെ ഇറങ്ങിയിട്ട് തീർന്നില്ല. EDയുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു കുപ്പായ ഊരിക്കോളാം. കരം ഉയരുന്നില്ലല്ലോ. പത്രത്തിൽ കണ്ടില്ലയോ? സ്വോത്രം. 9 CSIയുടെ കൺവെൻഷൻ 36 രാത്രി ഞാൻ പ്രസംഗിക്കേണ്ടത്. ഇവിടെ തൊഴിക്കൽ CSI, അത് കഴിഞ്ഞിട്ട് വിരാലി CSI, അത് കഴിഞ്ഞ് ആറാട്ടുകുടി CSI, വെള്ളറുടെ CSI, അത് കഴിഞ്ഞ് കല്ലാമ CSI, കുറ്റിച്ചൽ കൊടുക്കറ CSI, പൂജപ്പുരയ്ക്ക് അടുത്ത് കാഞ്ഞിരമ്പാറ 9 CSI. 36 സഭായോഗത്തിന് ഇവിടെ ജോസ് പാസ്റ്റർ പേരടിക്കുന്നത് പോലെ പേരടിച്ച് യോഗത്തിനെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മഹായിടവകയിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, സ്നാനം പ്രസംഗിക്കുന്ന വ്യക്തിയാ പുള്ളി, അതുകൊണ്ട് പള്ളിയിൽ കയറ്റണ്ട. സ്വോത്രം. എൻ്റെ വളരെ സ്നേഹിതൻ, അഥവാ ഇന്നത്തെ ബിഷപ്പും ഞാനും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് നല്ല ഏറ്റവും നിർണായകമായി ബന്ധം അവരുമായിട്ടുള്ളതാണ്. ഞാൻ അവിടെ ചെന്ന് ബിഷപ്പിനോട് ഒരു കാര്യം പറഞ്ഞു, തിരുമേനി ഞാൻ ഇങ്ങനെ തന്നെ വിളിച്ചു, എന്നോടല്ല താങ്കൾ കളിച്ചത്, തിരുവചനത്തോടാണ് കളിച്ചത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അവിടുന്ന് ഞാൻ ഇറങ്ങി, കുഴപ്പമില്ല. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളും കാഞ്ഞിരക്കുളം ജാണി പ്രസംഗിച്ചു. അവരുടെ നേതാക്കളെല്ലാം സ്റ്റാൻലി ദേവൻ സാറും D. ലോറൻസ് സാറും റോസ്ബിറ്റ് സാറും എല്ലാ CSIയുടെ മഹാ ഇടവകയുടെ സെക്രട്ടറിമാർ ഇന്നും എന്നോട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. പട്ടണത്തിനകത്ത് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ പോലും, ഒരു ചായ വേണമെങ്കിലും ഒരു കാര്യം വേണമെങ്കിലും ഓക്കെ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ പെരിങ്ങമലയിൽ ഞാൻ പഠിപ്പിച്ച ഞാൻ പ്രാർത്ഥിച്ച ഒരു കുഞ്ഞ്, അവൻ ഡോക്ടറാണ്. അവൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു. പെരിങ്ങമല CSIയിൽ പോയപ്പോൾ അവിടുത്തെ അച്ഛന്മാരോട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണം ആരോ നടത്തട്ടെ, പക്ഷേ എൻ്റെ കല്യാണത്തിന് മെസ്സേജ് തരുവാൻ പാസ്റ്റർ സജു ചാത്തന്നൂർ വന്നിട്ടുണ്ട്. കൺവെൻഷന് വന്ന് എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എൻട്രൻസ് പാസ്സായി ഇന്നൊരു ഡോക്ടറായി വന്ന വഴി ഞാൻ മറക്കത്തില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇന്ന് രാത്രി ഞാൻ അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അവർ ഇവിടുന്ന് തള്ളിയപ്പോൾ ഇടുക്കി CSI മുഴുവൻ എന്നെ വിളിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇടുക്കിയിലെ പ്രത്യേകത നാട്ടുകാർ കേൾക്കണം, ഇതെല്ലാം ജനമറിയണം. അവിടെ പാവപ്പെട്ട തമിഴ് മക്കൾ അവിടുത്തെ യോഗത്തിന് പള്ളിയിലേക്ക് വരുന്നത് ജീപ്പ് പിടിച്ചിട്ടാണ് വരുന്നത്. ഹൈറേഞ്ചിലെ തോട്ടം തൊഴിലാളികൾ. ആ തോട്ടം തൊഴിലാളികൾ ഉടുപ്പിനകത്ത് കറയുമായിട്ട് വരുമ്പോൾ
വരുമ്പോൾ പള്ളിയിലെ അച്ഛന്മാർ ഇവിടെ കുഞ്ഞുങ്ങൾ ചായ വെച്ചിരിക്കുന്നില്ല, ചായയും വടയും കൊടുക്കും. അപ്പുറത്തെ റൂമിൽ പോയി അവർ ഡ്രസ്സ് മാറി ഓടി വരും. പള്ളിമുറ്റത്ത് നല്ല പന്തൽ കാണത്തില്ല, കസേരയോ നമ്മുടെ ശുചിത്തൊക്കെ പാടുമ്പോൾ അപ്പ അപ്പ ഉങ്ങൾക്ക് ആരാധന എന്ന് പറയുമ്പോൾ ഇവിടെ പരം കുലുങ്ങിയാലും നമ്മൾ സർവേ കുറ്റി പോലെ ഇരിക്കും. സ്വോത്രം. അവിടെ കരം ഉയർത്താൻ പറയാം, അപ്പ അപ്പ ഉങ്ങൾക്ക് ആരാധന. കണ്ണുനീരോടെ ആരാധിക്കുന്ന ദൈവമക്കള് കലക്കവള്ളത്തിനകത്ത് മുക്കുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? ഇന്ന് രാത്രി രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, മുഖ്യമന്ത്രി കേൾക്കട്ടെ, പോലീസുകാർ കേൾക്കട്ടെ, 45 ലക്ഷം പേർ ഗുഡ് ബൈ പറയും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. ഇന്ന് രാത്രി നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക. ഇടുക്കിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം, റൂഫോസ് പാസ്റ്റർ ചോദിക്കണം, ഇടുക്കിയിലെ ഉപ്പുതറയിലെ വർക്കിച്ചാൽ, കട്ടപ്പനയിലെ നമ്മുടെ CM തോമസ്, കൊച്ചറയിലെ കുര്യൻ പാസ്റ്റർ, ഇവരോടൊക്കെ ചോദിക്കണം. ഞാൻ അവരുടെ കൂടെ കടന്നുറങ്ങിയതാണ്. അവരുടെയൊക്കെ വീട്ടിലെ പ്രായം ചെന്ന അച്ചായന്മാരെ അമ്മമാരെയും കടത്തിയേക്കുന്നത്. കാര്യം എന്താ? മുല്ലപ്പെരിയാർ പൊട്ടിയെന്ന് കേട്ടിയ വണ്ടി പെട്രോൾ അടിച്ചിരിക്കുക, ഒറ്റ പോക്ക് അടുത്ത ജില്ലയിൽ ചാടിപ്പാനായിട്ട്. സ്വോത്രം. ഇവിടെ നമ്മൾ അല്പകാമം കുഴിമന്തിയും കണ്ടിട്ട് കട്ടിലേക്ക് കിടക്കുന്ന. സ്വോത്രം. പ്രാർത്ഥിച്ചോ? സ്വോത്രം. ഇടുക്കി രാത്രി ഉറക്കമല്ലോ എപ്പോൾ പൊട്ടുവന്ന്. ഞാൻ അവിടെ ഒരുപാട് വീടുകളിൽ കയറി. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര കേൾക്കട്ടെ, ഓൺലൈൻ കേൾക്കട്ടെ, മുല്ലപ്പെരിയാർ ഇന്നോ നാളെയോ പൊട്ട്. 45 ലക്ഷം ജനം വെള്ളത്തിനകത്ത് പോകും. എന്നാൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീർ ഉയരത്തിൽ കണ്ടാൽ അവരെ വിടുവിക്കുവാൻ ഇസ്രയേലിൻ്റെ പാളയത്തിനകത്ത് ഒരു കരമിറങ്ങി പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശയുടെ മേൽ ഒരു കരം കൊടുത്തതുപോലെ ഇന്ന് രാത്രി മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടി 45 ലക്ഷം ജനങ്ങൾ വെള്ളത്തിനകത്ത് ഒലിച്ചു പോകുന്നതിന് മുമ്പ് ലോകം മറ്റൊരു ശബ്ദം ഇവിടെ കേൾക്കുക. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പെരുമ്പഴുതൂരേ, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി.